പാലക്കാട് ഡിപ്പോയിൽ നിർത്തിയിട്ട കെ.എസ്.ആർ.ടി.സി ബസ് അടിച്ചുമാറ്റി അജ്ഞാതൻ 3 മണിക്കൂറോളം പോലീസിനെയും കെ.എസ്.ആർ.ടി.സി ജീവനക്കാരെയും വട്ടം കറക്കി. പുലർച്ചെയോടെ ഡിപ്പോയ്ക്ക് 300 മീറ്റർ മാറി ബസ് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. പാലക്കാട് പോലീസും ഗതാഗത വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വടക്കഞ്ചേരി ആലത്തൂർ റൂട്ടിൽ ഓടിയെത്തിയ ബസ് കഴുകി വൃത്തിയാക്കി ഷട്ടിൽ ഡ്രൈവർമാർ ബസ് ഡിപ്പോയ്ക്ക് പുറത്തുള്ള റോഡിൽ പാർക്ക് ചെയ്തു. സമയം അർദ്ധരാത്രി 2:50. പാർക്ക് ചെയ്ത വണ്ടികളിലൊന്ന് നീങ്ങുന്നതും പെട്ടെന്ന് അതിവേഗം പാഞ്ഞു പോകുന്നതുമാണ് വർക്ക്ഷോപ്പിലുണ്ടായിരുന്ന ജീവനക്കാർ കാണുന്നത്. പുറകെ ബൈക്കിലും വർക്ക്ഷോപ്പിലെ വണ്ടിയിലും പാഞ്ഞെങ്കിലും ബസിന്റെ പൊടി പോലും കിട്ടിയില്ല. റോന്തുചുറ്റുകയായിരുന്ന പോലീസിനെ അറിയിച്ചു. 3 മണിക്കൂറോളം ഒരു തുമ്പും തരാതെ പാലക്കാട് നഗരത്തിലെ വിവിധ റോഡുകളിലൂടെ അജ്ഞാതൻ ബസ്സുമായി കറങ്ങി. പുലർച്ചെ 5:30ഓടെ ഡിപ്പോയ്ക്ക് 300 മീറ്റർ മാറി അബൂബക്കർ റോഡിലെ മംഗളം ടവറിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ബസ് കണ്ടെത്തി. ബീവറേജിന്റെ ഭാഗത്തുനിന്ന് നല്ല സ്പീഡിലാണ് ഈ വഴിക്ക് പോയത്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായത് നമ്മളുടെ ഡ്രൈവർമാരായിരിക്കില്ല, അയാളെ പോക്കും ഒരു റോങ് മാതിരിയായി തോന്നി. അപ്പം ഞങ്ങളെ മെക്കാനിക്കുകൾ തടുത്തു. പിന്നാലെ ഓടിയപ്പോൾ നല്ല സ്പീഡിൽ 100 ഭാഗത്തേക്കാണ് വണ്ടി പോയത്. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ മെക്കാനിക്കും ഞങ്ങളെല്ലാവരും കൂടി പോയി ഇവിടെ പെട്രോളിംഗ് ഉണ്ടായിരുന്നു, പോലീസ് പെട്രോളിംഗ്. അവർക്ക് പരാതി കൊടുക്കാൻ വേണ്ടി ഞങ്ങളും അവിടെ പോയി. സ്വകാര്യ ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ഗ്രൗണ്ടിന് മുന്നിലെ ചരലിട്ട റോഡിൽ ബസ് നിർത്തി അജ്ഞാതൻ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ സമീപത്തെ CCTVയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ മുഖം വ്യക്തമല്ല. നഗരത്തിലെ വിവിധ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. ബസിന്റെ വലതുവശം തകർന്നിട്ടുണ്ട്. ഓടിച്ചു പോകുന്നതിനിടെ മതിലും ഒരു കടയിലും ഇടിച്ച് തകർന്നതാണ് എന്ന് സംശയിക്കുന്നു. ഡിപ്പോയിൽ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഷട്ടിൽ ഡ്രൈവർമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാലക്കാട് സൗത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. KSRTCയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കീ ഇല്ലാത്ത സ്വിച്ച് സംവിധാനം മാത്രമുള്ള ബസ്സായതുകൊണ്ട് ആർക്കും സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഇതും മോഷ്ടാവിന് സഹായമായിട്ടുണ്ട്. കൈരളി ന്യൂസ്, പാലക്കാട്.